മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു കുഞ്ഞു കഥ നിങ്ങളടുത്ത് പറയട്ടെ. അറ്റ്ലാന്റിക് വിരിമാറിലൂടെ ഇങ്ങനെ 30 യാത്രക്കാരും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബ്രിട്ടീഷ് കപ്പൽ. ചുറ്റും നല്ല കാറ്റുണ്ട്, കോളുണ്ട്, മഴയുണ്ട്. കടലിൻ്റെ അവസ്ഥ അത്ര വലിയ സുഖകരമൊന്നുമല്ല. ഇങ്ങനെ ഇവരുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കുന്നതാണ് കപ്പലിൽ കുടിക്കാനായിട്ടുള്ള ശുദ്ധജലം തീർന്നു പോയി എന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ തങ്ങൾക്കെതിരെ വരുന്ന മറ്റൊരു കപ്പലിലെ കപ്പിത്താന് മെസ്സേജ് അയച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം തീർന്നു പോയിരിക്കും, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം, ശുദ്ധജലം ഞങ്ങൾക്ക് ഏർപ്പാട് ചെയ്തു തരാമോ? അപ്പോൾ കപ്പിത്താൻ തിരിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആമസോൺ നദീതീരത്തുകൂടെയാണ്. ഈ ആമസോൺ നദിയിൽ നിന്ന് കടലിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം 200 കിലോമീറ്റർ ചുറ്റളവിലുള്ളത് യഥാർത്ഥത്തിലുള്ള ശുദ്ധജലമാണെന്നാണ് പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കേണ്ട ചില തിരിച്ചറിവുകൾ നമ്മളത് മനസ്സിലാക്കാതെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കുറ്റം പറയാനും നിരാശപ്പെടാനും പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിക്കാനൊക്കെ ആയിട്ട് നമ്മൾ തയ്യാറാകും. അല്ലെങ്കിൽ അത് നമ്മളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെക്കുറിച്ചിട്ട് കുറേ കുറ്റങ്ങളും പരാതികളും പരിഭവങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് വല്ലായ്മകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇല്ലായ്മകളെക്കുറിച്ച് പരാതി പറയുന്ന ഒരു സമൂഹം. നമ്മുടെ ചുറ്റിലുമുള്ള നന്മകളെ, കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകളെ കാണാൻ സാധിക്കാതെ, അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കാതെ, കർത്താവിൻ്റെ തക്ക സമയത്തുള്ള സംരക്ഷണം കാണാൻ സാധിക്കാതെ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ജോലി, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന മക്കൾ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ജീവിത പങ്കാളി, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വാഹനം, വീട്, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എനിക്ക് എന്തില്ല എന്നതിനെക്കുറിച്ച് മാത്രം ആകുലപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥയുണ്ട്. അങ്ങേയറ്റം വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവുകൾ തിരിച്ചു വരാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ധൂർത്തപുത്രൻ തിരിച്ചറിഞ്ഞതുപോലെ, പത്രോസ് തിരിച്ചറിഞ്ഞതുപോലെ, ദാവീദ് രാജാവ് തിരിച്ചറിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച്, കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചു വരവിലേക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.